ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി വളരെ വ്യത്യസ്തമാർന്ന ഒരു വഴിപാട് നടക്കുന്ന ക്ഷേത്രം പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. ഇത് കൊല്ലം ജില്ലയിലെ മയ്യനാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ തോട്ടത്തുകാവ് മഹാദേവ ക്ഷേത്രം. ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് ശിവവിളക്ക്. അതായത് ക്ഷേത്രത്തിലെത്തിയാൽ ഇവിടെ നിന്നും ഒരു താലത്തിൽ കുറേ മൺചട്ടികൾ നിരത്തിവെക്കും. അതിനുശേഷം അതിലേക്ക് എണ്ണയും തിരിയും ഇട്ടതിനു ശേഷം ക്ഷേത്രത്തിന് മുൻവശത്തെത്തി അത് കത്തിക്കും. പിന്നീട് ആ വിളക്കുമായി 3 പ്രദക്ഷിണം മഹാദേവന്റെ ശ്രീകോവിലിന് ചുറ്റും ചെയ്യും. പിന്നെ ശ്രീകോവിലിന് മുന്നിലായി ഒരു നന്ദികേശനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു മുന്നിൽ ഈ വിളക്കുകൾ വച്ചതിനു ശേഷം നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹം പറയുകയും നന്ദി ഇത് മഹാദേവന്റെ അടുത്ത് അവതരിപ്പിക്കും എന്നതാണ് വിശ്വാസം. നിരവധി ഭക്തജനങ്ങളാണ് ഇത്തരത്തിൽ ശിവവിളക്കെടുക്കുവാനായി പല ദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത്. 21 വിളക്ക് പൂർത്തിയാക്കി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ച നിരവധി ഭക്തജനങ്ങളാണ് അവരുടെ അനുഭവങ്ങൾ പോലും പറയുന്നത്. അതേ ക്ഷേത്രത്തിലെ ശിവദീപം എല്ലാ ഞായറാഴ്ചയും അനീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു വരികയാണ്. ഞാനും ഇതിൽ പങ്കുകൊള്ളുകയുണ്ടായി. ഇത് എടുത്തതിന് ശേഷം എനിക്ക് അങ്ങേയറ്റം വിശ്വാസമുണ്ട്. എൻ്റെ മകന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയത്. അതിൽ നല്ല വിശ്വാസമുണ്ട്. 21 പ്രാവശ്യം എടുക്കുമ്പോഴാണ് ഒരു ശിവദീപം പൂർത്തിയാവുന്നത്. നടന്നു. ഇവിടെ അങ്ങനെ ഒരു വിളക്കുണ്ടെന്ന് അറിയുന്നത് ഞാന് വാളത്തുങ്കൽ. പിന്നെ ഓരോ കാര്യം ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചാണ് ഞാൻ വിളക്കെടുക്കുന്നത്. അത് സഫലമാകുന്നുണ്ട് കാര്യങ്ങള്. ഇപ്പം 18ാമത്തെ വിളക്ക. ഇതിനു മുമ്പ് ഞാനിപ്പോ രണ്ട് ട്രിപ്പ് എടുത്ത് നിർത്തി. ഇപ്പം 3ാമത് എടുത്തോണ്ടിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള നടക്കുന്നുണ്ട്. കുഴപ്പമില്ല. മക്കളുടെ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഹസ്ബൻഡിന്റെ കാര്യത്തിന് കുഴപ്പമില്ല. കാര്യസാധ്യത്തിനായി വലിയ തോട്ടത്തുകാവ് മഹാദേവന്റെ മുന്നിൽ ഭക്തജനങ്ങള് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ശിവദീപം. കാര്യപ്രാപ്തിക്ക് ശേഷം ഭഗവാന് ഒരു നിവേദ്യം കൂടി നടത്തി അവസാനിപ്പിക്കുന്ന ഈ ചടങ്ങില് ധാരാളം ഭക്തരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുന്നത്. 21 ആഴ്ചയാണ് ഇതിന്റെ ഒരു നടപടിക്രമം. ക്ഷേത്രത്തിനകത്ത് നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് വെച്ച വിളക്കില് അതിനെ കത്തിച്ച് 3 പ്രദക്ഷിണമായി വന്ന് നന്ദികേശന്റെ ചെവിയില് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന ഒരു വഴിപാടാണിത്. ഒരുപാട് ഭക്തര് അവരവരുടെ കാര്യം നടന്നതായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഓരോ ആഴ്ചകൾ കഴിയും തോറും ശിവദീപത്തിന്റെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ തോട്ടത്ത് മഹാദേവന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വാമി ശരണം. വലിയ തോട്ടത്തുകാവ് മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥനയിലും അനുഭവത്തിലും ശിവദീപം വളരെ വിശേഷമായിട്ട് നടത്തി വരുന്നു. ഇത് എല്ലാ ഞായറാഴ്ചയും രാവിലെ മാത്രം നടത്തി വരുന്ന ചടങ്ങാണ്. 21 ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവവ്രതമായി നിന്ന് ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് വെച്ച വിളക്കിൽ നിന്ന് പകർന്ന് 3 പ്രദക്ഷിണം വന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഉദ്ദിഷ്ട കാര്യം എന്താണോ അത് നന്ദികേശന്റെ കാതിൽ വലത് കാതിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്ന ചടങ്ങാണ്. ഇതിൽ വന്ന് പ്രാർത്ഥിച്ചു പോയ ഒട്ടുമിക്ക ഒരു 90-95% ഭക്തജനങ്ങളുടെയും ഉദ്ദിഷ്ട കാര്യം ലഭിച്ചതായാണ് വിവരം. അത് തുറന്ന് കൈലാസനാഥാനിൻ തിരുസന്നിധിയിൽ എന്നെ ഞാൻ അർപ്പിച്ചു തൊഴുതു നിന്നു. തപ്തഹൃദയനായി കൂവളമാലയായി നിന്നീല കണ്ഠത്തിൽ ചാത്തി നിന്നു. തപ്തഹൃദയനായി കൂവളമാലയായി നിന്നീല കണ്ഠത്തിൽ ചാത്തി നിന്നു. കൈലാസനാഥാനിൻ തിരുസന്നിധിയിൽ